പച്ച വ്ളോഗ്സ് ബൈ നിത്യ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഗൈസ്. ബിക്കോസ് ലാസ്റ്റ് ഇയർ എനിക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്കാണ് ഞാൻ വന്നേക്കുന്നത്. അത് വേറെ എവിടെയുമല്ല, ഇവിടുത്തെ ഒരു തുലിപ്പ് ഗാർഡനിലാണ് കേട്ടോ. ടുലിപ്പ് ഗാർഡൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ടുലിപ്പ്, നമ്മൾ ടുലിപ്പ് എന്ന് പറയും. അപ്പോൾ അതെ, ആ ഗാർഡനിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ടുലിപ്പ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. അത് മാത്രമല്ല, ഇവിടെ നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ നമുക്ക് അകത്ത് കയറിയിട്ട് കാണാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഗൈസ്, നമ്മളിത് ഇവിടെ കയറുന്നിടത്ത് തന്നെ ഇവിടെ ഒരു വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വണ്ടിയിൽ ഫുള്ള് ടുലിപ്പ് വെച്ചിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തേക്കാണ് കേട്ടോ. അത് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് ആൾക്കാരൊക്കെ കുറെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് അടിപൊളി ടുലിപ്പ്. നോക്കിക്കേ, എന്ത് ഭംഗിയാ നോക്ക്. ഇത് കണ്ടോ, ഇതിപ്പോ ചെറുതായിട്ടുള്ള ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കത്. ഈ വണ്ടിയും അതിന്റെ കുറച്ച് സൈഡിലായിട്ട് ടുലിപ്പും വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ വലിയൊരു ഗാർഡൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഇൻസൈഡ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതേ കണ്ടോ, വലിയ ബൾബ്സ് ആണ് നിൽക്കുന്നത്, കണ്ടില്ലേ? ഇത് ഫുള്ള് യെല്ലോയും പിന്നെ ഒരു വേറെന്ത് കളറായിരുന്നു, ഒരു ഓറഞ്ച് ആംബർ കളറിലുള്ള ഒരു ഇതുമാണ് ഉള്ളത്. ബാക്കി നമുക്ക് ഇൻസൈഡ് പോയിട്ട് പല വെറൈറ്റീസ് കാണാം കേട്ടോ. നോക്കിയേ ഗൈസ്, ഇത് ഒരു പണ്ടത്തെ പഴഞ്ചാക്ക് വണ്ടിയാട്ടോ. നോക്കിയാൽ 1911 ഒരു വണ്ടിയാണ്. അതിന്റെ ഉള്ളിൽ ഫുള്ള് ഓട്ടയാണ് കേട്ടോ. നോക്കിയേ, അപ്പോൾ ഇതിന് ശരിക്കും ഇപ്പൊ മീനിങ് എന്ന് പറയുന്നത് 1911 തൊട്ട് ഈ ടുലിപ്പ് ഫാം ഉണ്ട് കേട്ടോ. അതുപോലെ നോക്കിയേ, പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു ഡ്രൈവിംഗ് സീറ്റ് ആ സൈഡിലായിരുന്നു തോന്നുന്നു, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡായിരുന്നു. ഇപ്പോഴാണ് ഈ സൈഡ്, നമ്മുടെ നാട്ടിലെ പോലെ ഈ സൈഡാണ് കേട്ടോ, റൈറ്റ് ഹാൻഡ് സൈഡാണ്. ഈ പണ്ടത്തെ ഒരു പഴഞ്ചാക്ക് വണ്ടിയാണ്. അവരത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത്. ഇപ്പൊ ഫുള്ള് മറ്റേ ഇതാണ് കേട്ടോ, എന്താ പറയാ, പാട്ടയില്ലേ, ആ സൗണ്ട് വരെ കേൾക്കുന്നുണ്ട്. ഫുള്ള് നമ്മുടെ തുരുമ്പിച്ചൊരു വണ്ടി എന്ന് പറയാല്ല, അതുപോലെ ഉണ്ട് ഗൈസ്. അപ്പൊ നമുക്കതേ ഇതിന്റെ ഉള്ളിലോട്ട് കയറാട്ടെ. ഇതാണ് കേട്ടോ എൻട്രൻസ്. അപ്പൊ എൻട്രൻസിൽ കയറിയിട്ട് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ഒക്കെ 1 വീക്ക് മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അവിടെ പോയിട്ടൊന്ന് ചെക്ക് ഇൻ ചെയ്യാം. കമോൺ. സോ ഗൈസ്, നമ്മളിതേ അവിടുത്തെ എൻട്രി ഒക്കെ കയറി. അപ്പോ അവരിതേ ഇങ്ങനെ ഒരു ടാറ്റു നമുക്ക് അടിച്ചു തന്നു കേട്ടോ. ഇതൊരു ടിക്കറ്റ് ആണ്, ടിക്കറ്റിന്റെ ഒരു സൈൻ ആണ്. അതേ കണ്ടോ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ആ ടിക്കറ്റ് സൈന്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പിന്നെയും ഈ ടിക്കറ്റ് വെച്ചിട്ട് കയറാൻ പറ്റില്ല. ഇത് വെച്ച് 1 ടൈം മാത്രമേ കയറാൻ പറ്റുള്ളൂ. നല്ല ഭംഗിയില്ലേ ടുലിപ്പിന്റെ ഒരു ഇത് വന്നത്. നോക്കിയോ ഗൈസ്, എന്ത് ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് നിൽക്കുന്നത്. എല്ലാ കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ഞാൻ കേട്ടത് വെച്ചിട്ട് ബ്ലൂ കളേഴ്സ് മാത്രം അങ്ങനെ അവൈലബിൾ അല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. ബാക്കി എല്ലാ കളേഴ്സും ഇവിടെ ഉണ്ട്. ബ്ലൂവിന് പകരം ഇതെവിടെ പേർപ്പിൾ ഉണ്ട് കേട്ടോ. അതേ കണ്ടോ, പേർപ്പിൾ ഒക്കെ റെയർ പീസ് എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ബ്ലൂ അങ്ങനെ കാണാൻ പറ്റില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പ്ലാസ്റ്റിക് ഫ്ലവറിനെ പോലെ തോന്നും. പക്ഷെ എല്ലാം ഇതിന്റെ ഒരു എന്താ പറയാ, ഒരു ലൈഫ് ടൈം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 2 വീക്സ് ഒക്കെ കേട്ടോ. അത് ബൾബ് വന്നു കഴിഞ്ഞ് പൂവായി കഴിഞ്ഞാൽ 2 വീക്സ് ഒക്കെ നിൽക്കുള്ളൂ ഈ പൂക്കള്. ഗൈസ്, ഇവിടെ ഉണ്ട് അതുപോലത്തെ ഒരു ഓൾഡ് വണ്ടി. ഇതും ശരിക്കും പണ്ടത്തെ റെയർ പീസാ അല്ലേ? ഓക്കെ. പണ്ടത്തെ നമ്മുടെ ചില വർക്കാവില്ലല്ലോ, വർക്കാവൂ. നോക്കിയ ഗൈസ്, ഇത് കണ്ടോ, പണ്ടത്തെ വണ്ടി ചില സിനിമയിലൊക്കെ ആണെന്ന് തോന്നുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാധനം പിടിച്ച് ഇങ്ങനെ കറക്കി കഴിഞ്ഞ വണ്ടി സ്റ്റാർട്ട് ആവുന്നത്. ആ ഒരു സംഭവമാണ് കേട്ടോ ഇത്. അതെ, അതിനും ഡ്രൈവിംഗ് സീറ്റ് ഈ സൈഡിൽ തന്നെയാണ്. ഏതോ ഒരു സിനിമയിലുണ്ടല്ലേ? ഏതോ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്കിയിട്ട് തുറക്കുന്നത്. അത് ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പണ്ടത്തെ പഴയ സിനിമകളിൽ. അങ്ങനത്തെ ഒരു വണ്ടിയാണ്. അതിന്റെ സൈഡിലും ഇവര് പൂക്കൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഇങ്ങവാ, ഇവിടെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട് കേട്ടോ. അവര് പഴയ വണ്ടികൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിന്റെ പുറകെ ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ നിറച്ചു വെച്ചേക്കാണ്. കണ്ടില്ലേ, എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കണ്ടോ, ഇത് നോക്കിക്കേ, ഇത് എന്താ തുലിപ്പ് സാധാരണ ഇങ്ങനെ ഒരു കുമ്പിൾ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഇത് നോക്കി, ഇത് ഇങ്ങനെ വളർന്ന് ഭയങ്കരമായിട്ട് അതിന്റെ പെറ്റൽസ് ഒക്കെ ഭയങ്കരമായിട്ട് വിടർന്ന് നിൽപ്പുണ്ട്. കണ്ടില്ലേ, ചിലത് അങ്ങനത്തെ വെറൈറ്റി ആന്ന് തോന്നുന്നു കേട്ടോ. ഇനി മാഷ്മെല്ലോ മേടിച്ചു കൊടുക്കാം. ഗോകുന് മാഷ്മെല്ലോ വേണമെന്നാണ് ഗൈസ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടത്തെ ഒരു മെയിൻ സംഭവമാണ് മാഷ്മെല്ലോ. ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നത്. അപ്പൊ നമുക്ക് അത് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം. എന്നിട്ട് അവിടെ ഗ്രില്ല് ചെയ്യുന്നതെന്ന് തോന്നുന്നു. 3 മേടിക്കും, 3. അപ്പൊ ഗൈസ്, ഞങ്ങളിത് ഇവിടുന്ന് ഈ ഷോപ്പിൽ നിന്ന് മാഷ്മെല്ലോ മേടിച്ചേക്കാണ്.
ഇവിടുത്തെ ഒരു മെയിൻ സംഭവം മാഷ്മെല്ലോ മേടിച്ചിട്ട് അത് അവിടെ കൊണ്ടുപോയിട്ട് ഗ്രില്ല് ചെയ്തിട്ട് ആൾക്കാർ കഴിക്കുന്നുണ്ട്. എന്താ അതിന്റെ ടേസ്റ്റ് എന്ന് ഒന്നും എനിക്ക് അറിയത്തില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. മണ്ണ് നമുക്ക് ആദ്യം ഒരു മാഷ്മെല്ലോ എടുത്തു, എന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ കുത്തണം, എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം. ഗോകുവാ ഗ്രില്ല് ചെയ്യാൻ പോകുന്നു കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അമ്മ ഞാൻ പിടിക്കാം. അതെ, ഇങ്ങനെ മാഷ്മെല്ലോ ചുട്ടു തിന്നുന്ന രംഗമാണ് നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത്. മാഷ്മെല്ലോ ഞാൻ ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, നോക്കിയാ. അതെ, ഇത് നോക്കിയേ, അതിന്റെ കളർ ബേൺ ആവുന്നുണ്ടോ? തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പൊള്ളു കേട്ടോ ചിലപ്പോ, ഭയങ്കരമായിട്ട്. ഇത് വാ പൊള്ളുന്ന ലക്ഷണം ഞാൻ കാണുന്നുണ്ട്. പൊള്ളുന്നോ? അതെ, ഇത് എങ്ങനെയുണ്ട്? വേണോ ഇത്? നമുക്ക് തിരിച്ചു വരുമ്പോ എടുക്കാം. കരിഞ്ഞു പൊരിഞ്ഞു പോയി ഗൈസ്. ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. വേസ്റ്റ് ബിൻ ഉണ്ട്. നോക്കിയ ഗൈസ്, ഇവിടെ ഓരോ സെറ്റ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് ഇതാന്ന് തോന്നുന്നു വാങ്ങിയിട്ട് പോകാൻ പറ്റുന്നത്. അതെ, ഇവിടെ എഴുതിയിട്ടുണ്ട്. ട്യുലി പോട്ട്സ് ലാർജിന് 19 പൗണ്ട് ആണ് കേട്ടോ. ഇത് ഓരോന്ന് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ വെച്ചേക്കുവാണ്. ഇത് മീഡിയം, ഇത് ലാർജും ആണ് കേട്ടോ. ഭയങ്കര പൊക്കമുണ്ട് ഇതിന്. ഇത് ലാർജ് ആയിരിക്കും, ഇത് മീഡിയം. അപ്പൊ ഓരോന്നിനും ഇത് സെയിൽസിന് വേണ്ടി വെച്ചേക്കാണ്. നമുക്ക് ആവശ്യമുള്ളത് മേടിച്ചിട്ട് അവിടെ കൊണ്ട് പേ ചെയ്യാൻ തോന്നുന്നു. പിന്നെ നമ്മൾ കയറുമ്പോ തന്നെ അവര് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അവിടെ നിന്നിട്ട് എത്ര ഫോട്ടോസ് വേണമെങ്കിലും എടുക്കാം ട്യുലിപ്പിന്റെ. പക്ഷെ അത് പറിക്കരുത് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോവാം. അപ്പൊ ഗൈസ്, നമ്മൾ ഗോകുവിന്റെ ആഗ്രഹപ്രകാരം നമ്മളൊരു മാഷ്മെല്ലോ മേടിച്ചു, അത് ചുട്ടു, അത് ഗോകുവിന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗാർഡനിലേക്ക് പോകാം. കമോൺ. ഇവിടെയാണ് കേട്ടോ അടിപൊളി ഗൈസ്, നോക്കിക്കേ. ഓരോ കളേഴ്സിനും ഓരോ ലൈനാണ് കേട്ടോ. അപ്പൊ ആ ലൈനിലേക്ക് പോയിട്ട് അതിന്റെ ഇടയിൽ പോയിട്ട് നമുക്ക് പിക്ചേഴ്സ്, ആവശ്യമുള്ള പിക്ചേഴ്സും സാധനങ്ങളും ഒക്കെ എടുക്കാം കേട്ടോ. അടിപൊളി ഗൈസ്. ഒന്നും പറയണ്ട. ഈശ്വര, 1-2 വീക്സേ ഉള്ളൂ ഇതിന്റെ ഒരു കാലാവധി. അപ്പൊ അന്നേരം ഇവര് ഭയങ്കരമായിട്ട് ബ്ലൂം ചെയ്ത് ഭംഗിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. നല്ല കളേഴ്സ്. ഇത് നോക്കി, ഭയങ്കര താമര പോലെ നിൽക്കുന്നു. നോക്കി, ഇത് കണ്ടോ? ശരിക്കും ഒരു താമര വിരിഞ്ഞ് നിൽക്കുന്ന പോലെ ഉണ്ട്. നോക്കിയേ, അടിപൊളി. ഇതും ഒരു ട്യുലിപ്പ്. ഇതൊക്കെ ട്യുലിപ്പ്. ഇത് കുഞ്ഞു ട്യുലിപ്പ്, ഇത് വലുത്. കുഞ്ഞു കുഞ്ഞു ബൾബ്. പിന്നെ അതിന്റെ അപ്പുറത്ത് നോക്കിയേ, അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ടോ? അത് വേറൊരു വെറൈറ്റി ആണ് കേട്ടോ. നമുക്ക് ഓരോ ലൈൻസ് ആയിട്ട് കാണിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ ഫോട്ടോഷൂട്ട് ആരംഭിക്കാം ഗൈസ്. കമോൺ. ഇതിന്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റും. ഇത് കുഞ്ഞ് സ്പേസ്. ഇത് നോക്കിയാ ഗൈസ്, ഒരു തൊപ്പി വെച്ച പട്ടി നടന്നു പോവാണ്. അത് കൊള്ളാം. അത് കൊള്ളായിരുന്നല്ലേ? നൈസ്. ഒരു തൊപ്പി വെച്ച പട്ടിയാണ് നമ്മളിപ്പോ കണ്ടത്. നോക്കിയ ഗൈസ്, ഈ 2 ട്യുലിപ്പും കാണാൻ വളരെ ഭംഗിയുണ്ട്. കാരണം രണ്ടും ഒരു കോൺട്രാസ്റ്റ്, ഡിഫറെന്റ് കളേഴ്സ് അല്ലേ? അടിപൊളി. ഇത് നോക്കിയാ, വൈറ്റ്, പ്യോർ വൈറ്റും ഇത് പ്യോർ ഒരു മെജന്ത പോലത്തെ ഒരു കളർ കേട്ടോ. ബാക്കി എല്ലാത്തിലും എന്തെങ്കിലും ഒരു മിക്സഡ് ഉണ്ടാവും. കണ്ടോ? ഇത് രണ്ടൊരു വെറൈറ്റി ഉണ്ട്. അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്റെ പുറകെ. അതുപോലെ തന്നെ ഈ സൈഡും അപ്പുറത്തെ സൈഡും. ഞാൻ ഇതിന്റെ സെന്ററിലായിട്ടാണ് നിൽക്കുന്നത്. 2 സൈഡും ഒത്തിരി ഇതുണ്ട് കേട്ടോ. ഒത്തിരി വെറൈറ്റീസ് ഓഫ് ട്യുലിപ്പ് അവര് വെച്ചിട്ടുണ്ട്.
ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് കാണിച്ചോട്ടെ എന്തോ ആ പട്ടി എന്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുന്നു. ഗൈസ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട് എന്തോരം പേരാണ് ഇവിടെ വന്ന് നമ്മുടെ ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടൊക്കെയാണ് കൂടുതൽ ആൾക്കാർ വരുന്നത് കേട്ടോ. കാരണം ഒരു 2 weeks ടൈമേ ഉള്ളൂ ഈ ഒരു ഫ്ലവർ ഷോ എന്ന് പറയാം വേണമെങ്കിൽ. ഈ ട്യൂലിപ്പിന്റെ ഒരു എന്താ പറയാ ഒരു ഇതിന്റെ ഈ ഗാർഡൻ തുറക്കുന്നതും അതുപോലെ തന്നെ ഇതിന്റെ ഒരു പൂവിന്റെ കാലാവധി പോലും ഒരു 2 weeks ഒക്കെ ഉള്ളൂ. അപ്പൊ ആൾക്കാർ മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇന്നൊരു നൈസ് വെതറും കൂടെ ആയിരുന്നു. അതുകൊണ്ട് എല്ലാവരും കൂടെ അടിച്ച് പൊളിക്കണം. നോക്കിയ ഗൈസ് എന്തോരം ആൾക്കാർ, ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവിടെ ഒരു വിൻഡ്, അതിന് പേരെന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. അപ്പൊ ഒരു വിൻമില്ലിന്റെ ഒരു ഡെമോയും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. അതും ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, ഇവിടെ നിന്നിട്ട് ഡാൻസ് കളിക്കുമ്പോൾ ആ സാധനം കറങ്ങുന്നതൊക്കെ നമ്മുടെ അന്യൻ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അതെനിക്കൊന്ന് നെതർലാൻഡോ മറ്റോ ആയിരിക്കും. ഗൈസ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇരട്ടിയായിട്ടുള്ള ട്യൂലിപ്പ് ഫീൽഡ് നമുക്ക് നെതർലാൻഡ്സ്, ഹോളണ്ട് പോലത്തെ സ്ഥലങ്ങളിലെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഇത് ശരിക്കും അതിന്റെ ഒരു കുറച്ച് പോർഷൻസ് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാം. ഇൻ ഫ്യൂച്ചർ നമുക്ക് എപ്പോഴെങ്കിലും നെതർലാൻഡ്സിൽ പോകാനുള്ള ഭാഗ്യം കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് അതൊന്ന് ഷൂട്ട് ചെയ്യാം കേട്ടോ. ഗൈസ് എന്റെ പുറകെ ഒരു ചേച്ചി വിഷു കഴിഞ്ഞിട്ട് വന്നേന്ന് തോന്നുന്നു, സാരിയെ കൊടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്ന് വിഷു ഡേ ആണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതെ എവിടെയോ സെലിബ്രേഷൻ കഴിഞ്ഞ് പോയിട്ട് ഇങ്ങോട്ട് വന്നേക്കുവാണ് കേട്ടോ. ഗൈസ് നമ്മൾ നേരത്തെ അവിടെ കുറച്ച് വണ്ടിയൊക്കെ പഴയ വണ്ടികളും മറ്റോ കണ്ടില്ലേ, അതുപോലെ ഇവിടെ ഒരു സ്കൂട്ടർ ഉണ്ട് കേട്ടോ. ആ സ്കൂട്ടർ പോയിരുന്നിട്ട് നമുക്ക് എന്താ പറയുക അതിൽ കയറിയിരുന്നിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അത് നല്ലൊരു കാര്യമാണ്. ഇവർ കുറെ സാധനങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവിടെ ഇതിന്റെ ട്യൂലിപ്പിന്റെ കുറച്ച് ഭാഗങ്ങളും അവിടെ എന്താ പറയാ ഇങ്ങനെ ഒരു ഷോയ്ക്ക് വെച്ചിട്ട് ആളുകൾ വന്നിരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊരു ഭയങ്കര ഒരു അടിപൊളി കളറാണ്. നമ്മുടെ ഓറഞ്ച് ആണ്, ഓറഞ്ച് റെഡ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കളർ. അതിന്റെ ഒരു വേറൊരു വെറൈറ്റി ആണ് നിങ്ങൾക്ക് അതിന്റെ തൊട്ടപ്പുറത്ത് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, ഇവിടെ എന്റെ പുറകെ പേർപ്പിൾ ഉണ്ട്. ഇവിടുത്തെ ഈ ട്യൂലിപ്പ് ഫാമില് ശരിക്കും പെറ്റ് ഫ്രണ്ട്ലി ആണ്. ചിലയിടത്തൊന്നും നമുക്ക് പെറ്റ്സിനെ ഒന്നും അലൗഡ് അല്ലായിരിക്കും, പക്ഷെ ഇവിടെ ഒത്തിരി പെറ്റ്സും ആൾക്കാരുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് കാറ്റ് ഉണ്ട് കേട്ടോ. ആ കാറ്റിനെ അവര് ബാഗിലിട്ട് കൊണ്ട് നടക്കുകയാണ്, കണ്ടില്ലേ? ഇത് നോക്കിക്കേ, അവരോട് പോയി, അവരിതേ അങ്ങോട്ട് പോയി. ഇത് നോക്കിയാ, ഇത് ആരാ വരുന്നതെന്ന് നോക്കിയാ ഗൈസ്, കുറച്ച് മ്യൂസീഷ്യൻസ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു എന്താ പറയാ ഈ ട്യൂലിപ്പിനെ കുറച്ചുകൂടെ ഭംഗിയാക്കുന്നത് ഇവരൊക്കെയാണ് കേട്ടോ, കണ്ടില്ലേ? Like the river flows surely to the sea, darling, so it goes. Some things are meant to be. Take my hand, take my whole life too, for I can't help falling in love with you. Thank you so much. Thank you so much. Yeah. നോക്കിയേ ഗൈസ്, എന്ത് ഭംഗിയാ നോക്കി. ഇതിന്റെ സൈഡിലൊക്കെ കുറെ ഇങ്ങനെ സ്പൈക്കി തിങ്സ് ഉണ്ട്. നല്ല ഭംഗിയില് പല വെറൈറ്റീസ് ഓഫ് ടുലിപ്പ്. അതെങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവും. നമ്മുടെ റോസയിലൊക്കെ പെറ്റൽസ് ഒക്കെ സെയിം ആയിരിക്കില്ല, പക്ഷെ ഈ ടുലിപ്സിന്റെ പെറ്റൽസ് ഒക്കെ ഭയങ്കര വെറൈറ്റി ആണ്. ഇത് പലതും ഓരോന്നും ബൾബായിരിക്കും. ചിലതിൽ ഇതേ കണ്ടോ ഇതേപോലെ സ്പൈക്ക് ഉണ്ടാവും, ചിലത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വിടർന്നിട്ടുണ്ടാവും. അടിപൊളി. നോക്കിയേ, ഇത് എത്ര വലുതാന്ന് നോക്കിയത് ഈ ടുലിപ്പ് യെല്ലോ. എന്താ ഭംഗിയല്ലേ, ഭയങ്കര പൊക്കമുണ്ട് ഇതിന്. ഭയങ്കരമായിട്ട് എന്താ പറയാ ഓവർ ഗ്രോ ചെയ്തതുപോലെ ഉണ്ട് ഈ സാധനം. മറ്റേത് അതൊക്കെ ചെറുതാണ് കേട്ടോ. ഇത് കുട്ടി, ഇത് കണ്ടോ, ഇതും കുട്ടി അതേ ഇരിക്കും. ഇത് നോക്കിയ ഗൈസ് എന്ത് ഭംഗിയാന്ന്. ഇവിടുത്തെ ഒരു എന്താ പറയാ ആ ഒരു ഫീൽഡ് നമ്മുടെ പച്ചപ്പ് കാണുന്നുണ്ട്. ആ പച്ചപ്പും ഈ കളേഴ്സും എല്ലാം കൂടെ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ ഒരു സിങ്ക് ആയി വന്നേക്കാണ്. നോക്കിയേ, അതിനിടെ കൂടെ ഒരു ഫ്ലൈറ്റ് ഒക്കെ പോകുന്നുണ്ട്. ഒരു ഭയങ്കര ഒരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ ചെയർസ് ഒക്കെ ഇട്ടിട്ട് ഇരുന്ന് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. പക്ഷെ അങ്ങനെയൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഫുള്ള് ബിസി ഒരു സ്പേസ് ആണ്.
അതുപോലെ ഇത്രയും ദൂരത്ത് നിന്ന് എടുക്കണം, മനസ്സിലായ? ഞാൻ അതിന്റെ ഇടയിൽ പോ. ആയിരിക്കുവാണ്. ഞങ്ങൾ ഏകദേശം 1 hour ഇവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളി വൈബായിരുന്നു കേട്ടോ ഇവിടെ വന്നതിന് ശേഷം. ഞങ്ങൾ അതുപോലെ തന്നെ ആവശ്യത്തിന് എന്റെ നാക്കൊക്കെ കുഴയുന്നുണ്ട്. എന്താണെന്നറിയോ, ഇവിടെ ഭയങ്കര തണുത്തിൽ നിൽക്കാൻ പാടില്ല, അമ്മാതിരി തണുപ്പാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടാകും. കാരണം നാക്കൊന്നും അനങ്ങുന്നില്ല, അമ്മ നാക്ക് പോലും തണുത്തു പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിപ്പോൾ എടുത്ത വീഡിയോസ് ഫോട്ടോസൊക്കെ ഞാൻ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, കൂടെ ക്ലിക്ക് ഓൺ ബെൽ ബട്ടൺ. ഈശ്വര സാധനത്തിന്റെ എന്റെ തൊണ്ടയൊക്കെ പോകുന്ന ലക്ഷണമുണ്ട്. അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ ബൈ ഫ്രം അക്കരെ പച്ച.